സ്ഥലം ചുമ്മാ മൂട് സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഉണ്ടത്. സ്ഥലം ചുമ്മാ ഒരു രക്ഷയില്ല. ഫുള്ള് കോടയാണ്. ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നിങ്ങൾക്ക് സ്ഥലം കാട്ടി തരാം, അതേ നോക്കിക്കോ. സ്ഥലം ചുമ്മാ മൂട് സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഉണ്ടത്. സ്ഥലം ചുമ്മാ ഒരു രക്ഷയില്ല. ഫുള്ള് കോടയാണ്. കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ എന്താ 5:15 ആ ടൈമിൽ ഇറങ്ങാനും വിചാരിച്ചത്. പക്ഷേ ഓരോരുത്തർ ട്രിപ്പും പറയാമല്ലോ, ഓരോരുത്തർ വരുമ്പോൾ എന്തായാലും വൈകും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എത്രയാ, ഞങ്ങൾ 7:15 സമയമായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് വലിയ സെറ്റപ്പ് ഉണ്ടാവില്ല, കോടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കിക്കേ, അവിടെ ഒന്നും കാണാനില്ല. അയ്യോ, അപ്പുറത്തൊക്കെ ഒരു മലയുണ്ട്. അവിടെയൊക്കെ ഒരു മലയുണ്ട്, ഒന്നും കാണാനില്ല. വെയിലൊന്നും. പക്ഷേ ഇവിടെ വെയിലില്ലായാലും സീനൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്, തണുത്തിട്ട് വെള്ളം. അതിൽ കൂടെ ഒക്കെ ഒരു തോട് പോകണം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു തോടൊക്കെ പോകുന്നുണ്ട്. ഫുള്ള് കോടയാണ്. പിന്നെ ഫുള്ള് കോടയാണ്. ഒന്നും കാണാൻ നിവൃത്തിയില്ല നമുക്ക്. സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊളിയമ്പാറ എന്ന് പറയും. നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ മാപ്പ് കിട്ടും, വഴി കിട്ടും. അപ്പോൾ മീനൊളിയമ്പാറയാണ് സ്ഥലം. ഇവിടെ ഒരു നൈറ്റ് നമ്മളിപ്പോൾ ഒരു 5 മണി, വെളുപ്പിന് 5 മണി 6 മണി ടൈമിലൊക്കെ എത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എനിക്ക് തൊട്ടപ്പുറത്തേക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കണക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ന് കാണാനുള്ളത് ഫുള്ള് കോടയാണ്. കോട ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ഥലം രക്ഷയില്ല. ചുമ്മാ മൂട് സ്ഥലം. പൊന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാറ്റാടി കടവിലേക്ക് വരാൻ ഇരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കാറ്റാടി കടവ്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഇതൊക്കെ കാരണം സീനായ കാരണം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ അങ്ങോട്ട് പോക്ക് നടക്കില്ല എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മീനൊളിയമ്പാറ സീനില്ല, ഇവിടെ അധികം ആൾക്കാർ, ക്രൗഡൊന്നും അധികം ആൾക്കാർ കണ്ടില്ല. അത്യാവശ്യം കുറച്ച് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറിയ വഴി അത്യാവശ്യം കട്ടി കേട്ടോ, ഭയങ്കര കയറ്റമാണ്, കുത്തനെ കയറ്റമാണ്. പിന്നെ ഞങ്ങൾ വന്ന റോഡ് ഇച്ചിരി മാപ്പിട്ട് വന്ന കാരണം കുറച്ച് ടഫുള്ള റോഡിലേക്കാണ് ഞങ്ങൾ കയറി വന്നത്. അതുകൊണ്ട് ഇച്ചിരി ഒരു സ്കൂട്ടറൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അത് കയറി വരച്ച് പാടോട്ട്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു. അതേവന്നെ ഉണ്ടാ ഫുള്ള് കോടകൾ. അതെ, അവിടെ നിന്ന് കോട ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കോട ഇപ്പം എൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കോട കിട്ടില്ല, പക്ഷേ ഇവിടെ വന്നാലാണ് ആ ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരാൻ നോക്കാം. എവിടെയാ, എൻ്റെ വീട് കാലടി ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എത്രയോ 80-85 കിലോമീറ്ററാണ് ഇങ്ങടേക്ക് സ്ഥലം. അപ്പോൾ അത്രയും കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാൽ മതി, സ്ഥലത്തിൻ്റെ ഇതൊക്കെ കിട്ടും, മാപ്പ് കിട്ടും. പിന്നെ ഇടയ്ക്ക് നാട്ടുകാരോട് വെച്ചേക്കട്ടോ, കാരണം ഞങ്ങൾ മാപ്പിലിട്ട് വന്ന വഴി ആകെ സീം വഴിയായിരുന്നു. ബൈക്കിനൊക്കെ പോകാൻ പറ്റുള്ളൂ, കാറൊന്നും കയറി വരില്ല. ഇവിടെ ഞങ്ങൾ താഴത്ത് കുറച്ച് കാറ് കണ്ടിരുന്നു. അപ്പോൾ അവർ വന്ന വഴി വേറെയാണ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ആ വഴിക്ക് പോകാനാണ് നോക്കണേ. ചുമ്മാ വണ്ടി സീനാവും. അല്ലെങ്കിൽ രക്ഷയില്ല സ്ഥലം. എൻ്റെ മുന്നേ കോടെത്തി ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ ഹെവി കോട. താഴേക്ക് ഇറങ്ങി പോകണമെന്നില്ല, ചുമ്മാ റിസ്ക് എടുക്കണ്ട. കാരണം താഴേക്ക് ഇറങ്ങി പോകുന്നു വേണ്ട. താഴേക്ക് നിങ്ങൾ വന്ന് താഴേക്ക് അങ്ങനെയൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര തെന്നലായിരിക്കും. അതുകൊണ്ട് ചുമ്മാ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ താഴേക്കൊന്നും ഇറങ്ങി പോകണമെന്നില്ല, ജസ്റ്റ് മുകളിലൊന്ന് നിൽക്കണുള്ളൂ. നിങ്ങൾ നേരത്തെ ഞാൻ കാട്ടിയപ്പോൾ ഇവിടെ ഫുള്ള് കോട ഇടുന്നത് കണ്ട. അപ്പുറത്തെ മലയൊക്കെ ഉണ്ട്. ഇത് കോട കയറണം, നിങ്ങൾ നോക്കിക്കോ. കോട കയറി തന്നെ കാണാം, അപ്പുറത്തെ മല പോലും കാണാൻ പറ്റില്ല. രക്ഷയില്ലല്ലേ ഫോട്ടോ, രക്ഷയില്ല. ഇത് പറഞ്ഞ വെളുപ്പിനെ വന്നാൽ നീ നൈറ്റ് ഒന്ന് ടെന്റ് അടിക്കണം. പിന്നെ അവിടെ തലത്ത് വിറക്കി വർക്കാ എന്റെ പോലെ കണ്ട ഗായ്സ്. അപ്പുറത്തെ മല അപ്രതീക്ഷിതമായി. ഓക്കെ, അതന്നെ.
അപ്പം നമുക്കിനി അപ്പുറത്ത് കുറച്ച് കൂട്ടുകാർ വേറെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് അങ്ങടേക്ക് പോയി നോക്കാം. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പാടെ മലയുടെ മുകളിൽ തന്നെ അത്യാവശ്യം കാടാണ്. രക്ഷിത കാട് സംഭവം സ്ഥലം രക്ഷയില്ല. ഇപ്പൊ വന്നിരുന്ന കാടിന്റെ ഉള്ളിലാണ് തനിക്ക് ഹെവി കാട്. അവിടെ വന്ന് നല്ല വൈബ് അറ്റൻഡ് ചെയ്യാം. എല്ലാവരും സ്ഥലത്തേക്ക് വരാൻ നോക്കുക, കാരണം അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ്. ഇതൊന്നും കാണാണ്ട് മുകളിലേക്ക് പെട്ട് എന്ത് കാര്യം മോനെ. ഇത് ഏതാ വഴി? നീ ഫ്രണ്ടിൽ പൊക്കോ. അവരെവിടെയാണോ പോയിന്? അത് വേറെ വഴി. നമുക്ക് സംകുഞ്ഞെടുത്തെത്തണം. ആ എന്റെ പൊന്നെ, ആ ഫുള്ള് ചീവികളവർക്കാ, ചെവിക്ക് തരില്ല. എന്താ പൊന്നെ, എന്റെ പൊന്നിയാ ഇതൊന്നുമല്ല. അവിടെ കോട വന്നതാ. അവിടെന്നാ അവിടെന്നാണ് ഈ കോട ഇങ്ങോട്ട് വന്നേ. ആ ഗൈസ്, അതിന്റെ പുഴയാണ് ഞങ്ങളുടെ തുടക്കം. ഇവിടെ അടച്ചിട്ടൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോടെന്ന് പറയുന്നത്. അവിടത്തെ കോട കാണാൻ പറ്റില്ല. പുഴയാണത്. സോറി ഗൈസ്, പുഴയാണ്. ഇപ്പൊ കോട അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നല്ല ചില ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷ ഒരു രക്ഷയില്ല. നല്ല രസമാണ് ഗൈസ്. ചാടിക്കയറി പിടിക്കാനുള്ള സ്വഭാവമാണ് എല്ലാവരും. ചലഞ്ച് ചലഞ്ച് ചലഞ്ച്. കേരള ആൾക്ക് ബിരിയാണി ഓഫർ. അഖിലതാ പോയി ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. കൊറേ കപ്പിൾസ് തോന്നുന്നു വന്നിട്ടുണ്ട്. നമ്മള് മലയാള ഏറ്റവും മുകളിലാണ് ഇപ്പൊ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണിത്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കാട്ടി തരാം. എന്താ പൊന്നെ, അവിടുത്തെ വഴിയുണ്ടോ ഈ വീടൊക്കെ? നമുക്ക് ആ ഭാഗത്ത് നമുക്ക് എത്തണം. എന്താ പൊന്നെ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ചെറിയൊരു ഉണ്ടോ, അവിടെ വരെ നമുക്ക് എത്തണം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ആനയടിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ കണ്ടോ, കുളിക്കാനൊക്കെ പറ്റും.
കുളിക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ താഴെയാണ് കുളിക്കുന്ന സ്ഥലം. അപ്പോൾ താഴേക്ക് ജസ്റ്റ് പോയി നോക്കാം. ഇത് അവിടേക്ക് ഇറങ്ങി പോണ വഴിയാണ്. ഇതിവിടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. നല്ല ഒച്ചയുണ്ട്. അപ്പോൾ വരണ വഴി ഇച്ചിരി സീനാണ്. ഭയങ്കര കട്ടറാണ്. ടയറൊക്കെ ഒരു പരിവാൻ വണ്ടിക. വഴിയൊക്കെ കുറച്ചൊരു മെച്ചപ്പെടാണെങ്കിൽ ഇത്ര നല്ല സ്ഥലമല്ലേ, അടിപൊളിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. ഭയങ്കര കോവിഡ് സീനൊക്കെയാണ്. ഞാൻ മോനെ രക്ഷയില്ല. ഹെവി സ്ഥലം. ഇല്ല പൊന്നെ, ഒരു രക്ഷയില്ല. കലക്ക സ്പോട്ട്. ഇല്ല പൊന്നു. നല്ല രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ട് നല്ല രക്ഷയില്ല. അവിടെ ഒരു പുള്ളി പുതിയ ഫോൺ മേടിക്കുന്ന ഷോ ആണെന്ന് തോന്നുന്നു. വെള്ളത്തിൽ മുക്കി കളിക്കുന്നുണ്ട് ഫോണൊക്കെ. ഞാൻ പൊന്നേ രക്ഷയില്ല. അവിടുത്തെ നമ്മ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അത് രക്ഷയില്ല. പതിനൊന്ന് സുഖമാണ് കടയിലായി. ഓ സ്ഥലം രക്ഷയില്ല. എനിക്കാരൊക്കെ ഇത് സ്ഥലം കണ്ടിട്ട് കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. നല്ല ഫ്രണ്ട്സ് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ ഇറങ്ങാൻ പറ്റേ. നല്ല അടിപൊളിയായിരിക്കും നോക്കട്ടെ. അപ്പോൾ കുളി കയറി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ നമ്മളിന്ന് ഏതാണ്ട് ഒരു 169 കിലോമീറ്റർ ഇന്ന് ഓടിച്ച്. 169 ജസ്റ്റ് എന്താ പറയുക, നമ്മൾ വീക്കെൻഡ് റൈഡ് പോലെ ജസ്റ്റ് പോയിട്ട് വന്നു. സംഭവം അടിപൊളി സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയം ഇച്ചിരി കുറഞ്ഞു പോയി. ഇച്ചിരി നേരത്തെ പോകണമായിരുന്നു. കാരണം അവിടെ എന്താ കോട അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിന് പോകുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി നോക്കാം. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ മീനൂലിയും പറഞ്ഞിട്ട് നോക്കുക. പിന്നെ ഞങ്ങളവിടെ ആ ലേക്ക് ഉണ്ട്, ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.